بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وعن معاذ بن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال: من كظم غيظا وهو قادر على أن ينفذه دعاه الله سبحانه وتعالى على رؤوس الخلائق يوم القيامة حتى يخيره من الحور العين ما شاء. رواه أبو داود والترمذي وقال حديث حسن. മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ കദമ ഗൈദൻ, ആരെങ്കിലും ദേഷ്യത്തെ പിടിച്ചു വെച്ചാൽ, ദേഷ്യം പ്രകടിപ്പിക്കാതെ പിടിച്ചു വെച്ചാൽ, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ആ ദേഷ്യം നടപ്പാക്കാൻ അവന് കഴിവുണ്ട്. കാരണം ദേഷ്യം ചിലപ്പോൾ നമ്മളെക്കാൾ മുകളിലുള്ള ആരായിരിക്കും, നമ്മളെക്കാൾ ശക്തന്മാരായിരിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ദേഷ്യം കടിച്ചു പിടിക്കുന്നത് വേറെ, നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ ദേഷ്യം പിടിച്ചു വെക്കുന്നത് രണ്ടു വേറെ. അപ്പം എല്ലാം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലും ദേഷ്യത്തെ പിടിച്ചു വെക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം അവിടെയാണ് ക്ഷമ ഉണ്ടാവുക, സബർ. ദഅാഹു അല്ലാഹു സുബ്ഹാനഹു വതആല അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടികൾക്ക് മുമ്പാകെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ വിളിക്കും. ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി മാ ശാ, അങ്ങനെ അവന് ഹൂറുൽ ഐനുകളിൽ നിന്നും അവൻ ഏതാണ് എടുക്കാൻ പറ്റുക അതെടുക്കാൻ അവന് അവസരം കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. അതാണ് അതിന്റെ പ്രതിഫലം. അടുത്തൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി, ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു: അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് എന്തെങ്കിലും വസിയത്ത് നൽകണം, എന്തെങ്കിലും ഉപദേശം നൽകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ ഖാല ലാ തഗ്ളബ്, റവാഹുൽ ബുഖാരി. ആ വ്യക്തി വീണ്ടും വീണ്ടും ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്. റസൂൽ വീണ്ടും ആവർത്തിച്ച് തന്നെ പറഞ്ഞു: ലാ തഗ്ളബ്, നീ കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. അടുത്തൊരു ഹദീസ് عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: ما يزال البلاء بالمؤمن والمؤمنة في نفسه وولده وماله. ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും അവന്റെ ശരീരത്തിലും അവന്റെ മക്കളിലും അവന്റെ സമ്പത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ബലാകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹ തആല, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. വമാ അലൈഹി ഖതീഅത്തുൻ, അവന്റെ മേൽ ഒരു പാപക്കറയും ഇല്ലാത്ത അവസ്ഥയിൽ അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അവന്റെ സമ്പത്തിലും മക്കളിലും അവന്റെ ശരീരത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അത് മുഅ്മിന്റെ രീതിയാണ്. പ്രയാസങ്ങൾ, അവന് വരുന്ന ബലാകൾ, അതൊക്കെ അവന്റെ പാപങ്ങളെ ഇല്ലാതാക്കും, ഹറാമുകളെ ഇല്ലാതാക്കുന്നതാണ്. ഈ മൂന്ന് ഹദീസും ക്ഷമയാണ് പഠിപ്പിക്കുന്നത്. ക്ഷമിച്ചാലുള്ള പ്രതിഫലം നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ്. ഒന്ന്, ദേഷ്യത്തെ മുറുകെ അത് ക്ഷമയാണ്, ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുക. രണ്ടെന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലും ക്ഷമിക്കുക. ഇതൊക്കെ നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.